ഹായ് ഓൾ. അപ്പോൾ രേഖാചിത്രം കണ്ടു. ജോഫിൻ ടി ചാക്കോണ് ഡയറക്ടർ. നമ്മുടെ പ്രീസ്റ്റ് മൂവിയുടെ ഒക്കെ ഡയറക്ടറാണ്. പ്രീസ്റ്റ് എനിക്ക് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ട മൂവിയല്ല. എന്നിരുന്നാൽ കൂടി എന്തുകൊണ്ട് ഫസ്റ്റ് ഷോ ഇതിന് പോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മിസ്റ്റർ ത്രില്ലർ മൂവീസ് ഒരിക്കലും ഞാൻ ഫസ്റ്റ് ഷോ മിസ് ചെയ്യാറില്ല. അതും പ്രത്യേകിച്ച് ആസിഫ് അലിയുടെ മൂവിയാണ്. ആയതുകൊണ്ട് എന്തായാലും ഫസ്റ്റ് ഷോ കാണണമെന്ന് തന്നെ വിചാരിച്ച് കണ്ടാണ്. അപ്പോൾ പടത്തെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ ഡീസൻ്റ് ആയിട്ടുള്ളൊരു മിസ്റ്റർ ത്രില്ലർ, നല്ല ഫ്രഷ് സബ്ജക്റ്റാണ്. അതുകൊണ്ട് തന്നെ ഇത് കാണുമ്പോൾ നമുക്ക് അയ്യോ ഇത് ഇന്ന പടത്തിൽ കണ്ടാലും ഇന്ന പടത്തിൽ കാണാം അങ്ങനെ ഒന്നും തോന്നത്തില്ല. ഭയങ്കരമായിട്ട് ഫ്രഷ് ആയിട്ടൊരു സബ്ജക്റ്റാണ്. അത് നല്ല ഡീസൻ്റ് ആയിട്ട് ക്ലീൻ ആയിട്ട് എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ട്. പടം തുടങ്ങുമ്പോൾ തന്നെ സ്ലോ ബേൺ ആയിട്ടാണ് പോകുന്നത്. അതുകൊണ്ട് തന്നെ ഈ പടം എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല. ഇപ്പം കിഷ്കിന്താ പടം കണ്ടിട്ട് കുറേ പേര് എന്നോട് പറഞ്ഞായിരുന്നു ആ പടം അവർക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞായിരുന്നു. കാരണം അങ്ങനെയുള്ള ആൾക്കാർക്ക് ഈ പടം ഇഷ്ടപ്പെടുമെന്ന് എനിക്ക് നല്ല സംശയമുണ്ട്. കാരണം എന്താ വെച്ചാൽ നല്ല സ്ലോ ബേൺ ആയിട്ട് പോകുന്നതാണ്. ലാസ്റ്റ് ഒരു 30 മിനിറ്റ്സ് ഒക്കെ ആകുമ്പോഴത്തേക്ക് അതിലേക്ക് കടക്കത്തുള്ളൂ. അപ്പോൾ ആ ഒരു മിസ്റ്ററി അൺവൈൻഡ് ചെയ്യുന്നതും കാര്യങ്ങളൊക്കെ അപ്പോഴത്തേക്ക് ഉണ്ടാകത്തുള്ളൂ. അപ്പോൾ അതുവരെ ഇങ്ങനെ സ്ലോ ബേൺ ആയിട്ട് ഇങ്ങനെ നമ്മൾ ഇമോഷണലി കണക്ട് ആയിട്ട് ഇങ്ങനെ കണ്ടിരുന്നു കഴിഞ്ഞാൽ ലാസ്റ്റ് ആകുമ്പോഴത്തേക്കും കിടലായിട്ടൊരു നല്ല എൻഡിങ് കിട്ടും. അപ്പം അങ്ങനെ പോകുന്നൊരു സിനിമയാണ്. അങ്ങനത്തെ സിനിമകൾ ഇഷ്ടമുള്ളവർക്ക് ഡെഫിനറ്റ് ആയിട്ട് തിയേറ്ററിൽ പോയി കാണാൻ പറ്റും. അതല്ല ഇപ്പം നിങ്ങൾക്ക് ഫാസ്റ്റ് പേസ്ഡ് ആയിട്ടുള്ള ത്രില്ലറാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ഇത് കാണുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് ആ ഒരു എഫക്റ്റ് കിട്ടിയെന്ന് വരത്തില്ല. പക്ഷേ ഇതൊരു വൗ പടം അല്ലെങ്കിൽ ഇതുവരെ കാണാത്തൊരു ഭയങ്കര മിസ്റ്ററി, നമ്മൾ പ്രതീക്ഷിക്കാത്തൊരു മിസ്റ്ററി അങ്ങനെയൊന്നും ഞാൻ പറയത്തില്ല. പക്ഷേ ഇറ്റ് ഹാസ് ഇറ്റ്സ് ഓൺ മൊമെന്റ്സ്. ഇത് നമ്മൾ ഇതുവരെ കാണാത്ത ഒരു പാറ്റേണിൽ പോകുന്ന പടമാണ്. അതായത് ഒരു സിനിമയ്ക്കുള്ളിൽ നടക്കുന്ന ഒരു മിസ്റ്ററി, അതിനെ പറ്റി സിനിമയ്ക്കകത്തു നിന്ന് തന്നെ വരുന്ന ഓരോ ലീഡ്സ് ഒക്കെ വന്നിട്ട് അങ്ങനെ പോകുന്നതാണ്. അപ്പം ഞാൻ സ്പോയിലർ ആക്കുന്നില്ല. നിങ്ങൾ ഈ പടം കാണുക, കണ്ടിട്ട് അഭിപ്രായം പറയുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക.